സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ടേക്കിംഗ് എക്സാമിനേഷൻ റൂട്ട്സ് ടു സക്സസ്. പരീക്ഷകളെ നേരിടുക എന്നത് വിജയത്തിലേക്കുള്ള മാർഗങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ ഡിഗ്രി വിദ്യാർത്ഥികളാണ്. ഡിഗ്രിയിലേക്ക് എത്തുന്നത് 1ാം ക്ലാസ് മുതൽ വിവിധ ക്ലാസ്സുകളിൽ നമ്മൾ നിരന്തരം പരീക്ഷകൾ എഴുതി ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വിജയിച്ചു വന്ന് SSLC കഴിഞ്ഞു, അവിടെയും വിജയിച്ചു, +1 +2 കഴിഞ്ഞ് വീണ്ടും വിജയിച്ചു. ഈ രൂപത്തിൽ വിജയങ്ങളിലൂടെ പരീക്ഷകളെ നേരിടുന്നു, വിജയിക്കുന്നു, അടുത്ത ക്ലാസ്സിലേക്ക്. ആ രൂപത്തിൽ പരീക്ഷകൾ എന്നത് വിജയിക്കുക എന്നതിലെ വളരെ പ്രധാനപ്പെട്ട വിജയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു യൂണിറ്റ് ഫോക്കസ് ചെയ്യുന്നത് പരീക്ഷകളെ എങ്ങനെ നമുക്ക് വളരെ സക്സസ്ഫുള്ളായി നേരിടാം എന്നതിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. പരീക്ഷകളെ നേരിടുന്നവർ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. നോക്കൂ, ആദ്യത്തെ കാര്യം, പരീക്ഷ നേരിടുന്ന ഒരു വിദ്യാർത്ഥി ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഉത്തരം എഴുതുന്നതിന് മുമ്പ് ചോദ്യത്തെ നന്നായി മനസ്സിലാക്കുക എന്ന് പറയുന്നത്. പ്രധാനമായും വിവിധ തരങ്ങളിൽ 3 തരങ്ങളിലായി ചോദ്യങ്ങൾ വരാറുണ്ട്. പലപ്പോഴും ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആകാം. ഫാക്ച്വൽ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് സ്ട്രൈറ്റ് ഫോർവേഡ് ആൻസറുകളെ പ്രതീക്ഷിക്കുന്ന, കൃത്യമായ ഒരു ഫാക്ച്വലായ ഉത്തരം പ്രതീക്ഷിക്കുന്ന ചില ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. അത്തരം ഉദാഹരണത്തിന് നോക്കൂ, വാട്ട് ഈസ് ദ ഗ്രീൻ ലീഫ് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് സപ്പോർട്ട്സ് എ ഫ്ലവർ നോൺ ആസ്. ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. ഒരു ഒറ്റ വാക്കിലുള്ള ഒരു ഉത്തരം നൽകുക എന്നത് മാത്രമേ ആ ഒരു ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് കൃത്യമായ ഉത്തരമായിരിക്കും. ആ ഉത്തരം എഴുതിയാലേ മാർക്ക് കിട്ടുകയുള്ളൂ. അത്തരം ചോദ്യങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ഉത്തരം കുറച്ച് അധികം വിശദീകരിച്ച് എഴുതേണ്ട രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. അതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മറ്റു ചിലപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്ക് ചെയ്തുകൊണ്ട് നമ്മുടേതായ ഉത്തരം എഴുതേണ്ടി വരുന്ന ചോദ്യങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ 3 തരത്തിലുള്ള ചോദ്യങ്ങളെ പലപ്പോഴും നമുക്ക് നേരിടേണ്ടി വരാറുണ്ട്. ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആകാം. ഫാക്ച്വൽ ക്വസ്റ്റ്യൻ തന്നെ കുറച്ചധികം വിശദീകരണങ്ങൾ എഴുതേണ്ടി വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. മറ്റൊന്ന്, തേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ വരുന്നത് മെന്റൽ പ്രോസസ്സ്, നമ്മുടെ മെന്റൽ പ്രോസസ്സിനെ വിലയിരുത്തുന്ന, അഥവാ ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്തുകൊണ്ട് അതിനെ വിമർശനാത്മകമായി വിലയിരുത്തിക്കൊണ്ട് ഉത്തരങ്ങൾ എഴുതേണ്ടി വരുന്ന ചോദ്യങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ ഏത് രൂപത്തിലുള്ള ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. ഇനി അടുത്തത്, ഡെവലപ്പ് എ പ്ലാൻ. പരീക്ഷകൾ എഴുതുമ്പോൾ കൃത്യമായൊരു പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ആൻസർ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് ടോട്ടൽ എത്ര ചോദ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ടോട്ടൽ ഒരു പക്ഷേ 20 ചോദ്യങ്ങളാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം 3 മണിക്കൂറാണെങ്കിൽ ഈ 20 ചോദ്യത്തിൽ തന്നെ ഒരു മാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു 10ഓളം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, അതോടൊപ്പം നല്ല മാർക്കുകൾ ഉള്ള, അഥവാ അരമണിക്കൂറൊക്കെ ചെലവഴിക്കേണ്ടി വരുന്ന essay ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഓരോന്നും ഏതൊക്കെ തരങ്ങളിലെ ചോദ്യങ്ങളുണ്ട്, essay ക്വസ്റ്റ്യൻസ് കുറച്ച് അധികം സമയം ചെലവഴിച്ച് ഒരുപക്ഷെ 1ഓ 2ഓ ചോദ്യങ്ങൾക്ക് വേണ്ടി മാത്രം പരീക്ഷയുടെ പകുതി സമയവും ചെലവഴിക്കേണ്ടി വരും. ആ രൂപത്തിലുള്ള വലിയ മാർക്കുകളുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ചോദ്യത്തിന്റെ സ്വഭാവങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഒരു പ്ലാൻ തയ്യാറാക്കണം എന്നതാണ് ടൈം ഡ്യൂറേഷൻ ഓഫ് ദ എക്സാമിനേഷൻ ആൻഡ് ദ ടൈപ്സ് ഓഫ് ദ ക്വസ്റ്റ്യൻ ദ കണ്ടെയ്ൻ എന്നതിനെ കുറിച്ച് നല്ല ആലോചന ഉണ്ടാകണം. എത്രയാണ് സമയമുള്ളത്, ആ സമയത്ത് ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ നേരിടാനുണ്ട് എന്ന് ഒരു ടൈം ഷെഡ്യൂൾ വളരെ ഒരു 5-10 സെക്കൻഡ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ടൈം ഷെഡ്യൂൾ നമ്മൾ മനസ്സിൽ തയ്യാറാക്കിയ ശേഷം essay ക്വസ്റ്റ്യൻസിന് നമുക്ക് ഇത്ര മണിക്കൂർ ചെലവഴിക്കാമെന്ന് തീരുമാനിച്ചതിന് ശേഷം, അങ്ങനെ ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം ഉത്തരം എഴുതാൻ തുടങ്ങുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മറ്റൊന്ന്, മൂന്നാമത്തെ ഒരു ഘടകം, റൈറ്റിംഗ് ആൻസർ സ്ട്രാറ്റജിക്കലി. വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഉത്തരങ്ങൾ എഴുതണം. അഥവാ ഉത്തരങ്ങൾ എഴുതുമ്പോൾ ഈ ആൻസർ ഷീറ്റ് ഇവാലുവേഷൻ ചെയ്യുന്ന ടീച്ചർ, ആ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികക്ക് അവര് കൂടുതൽ മാർക്ക് നൽകാൻ
പറ്റുന്ന രീതിയിൽ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആവശ്യമുള്ളിടങ്ങളിൽ ഹെഡിങ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ അതിനെ ഓർഗനൈസ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ പ്രധാനമായും പരീക്ഷകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല ഒരു ഉത്തരം എഴുതുക എന്നതാണ് ഒരു പരീക്ഷ വിദ്യാർത്ഥിയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നല്ല ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളാണ് ഇനി നമുക്ക് അടുത്തതായി പറയാനുള്ളത്. ഒന്നാമത്തേത്, ആൻസർ ഷുഡ് ബി റിട്ടൺ ഇൻ കംപ്ലീറ്റ് സെന്റൻസ്. ഉത്തരങ്ങൾ എപ്പോഴും കംപ്ലീറ്റ് സെന്റൻസിൽ എഴുതിയിരിക്കണം എന്നതാണ്. ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ സബ്ജക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഉദാഹരണത്തിന്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് എന്നൊരു ചോദ്യം ഉണ്ടായാൽ അതിന്റെ ഉത്തരം എഴുതുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം തുടങ്ങുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് എന്നാണ് ചോദ്യം. അവിടെ പ്രധാനമന്ത്രിയുടെ പേര് മാത്രം പറഞ്ഞാൽ ഉത്തരമാകും. പക്ഷെ ഒരു എസ്എ ക്വസ്റ്റ്യൻ, വലിയ ക്വസ്റ്റ്യനുകളൊക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് സെന്റൻസ് അഥവാ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അവിടെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ, അഥവാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉത്തരം ആരംഭിക്കുമ്പോൾ എന്നിട്ട് പ്രധാനമന്ത്രിയുടെ പേര് എഴുതുന്നു. ആ രൂപത്തിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ആൻസറുകളിൽ എഴുതുക എന്നത് ഒരു നല്ല സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം ഉത്തരത്തിന്റെ ലെങ്തിനെ കുറിച്ച് എപ്പോഴും ആലോചിക്കണം. 2 മാർക്ക് മാത്രം നൽകാൻ വകുപ്പുള്ള ഒരു ചോദ്യത്തിന് ഒരു പേജൊക്കെ ഉത്തരം എഴുതുന്നത് ഒരു നിലക്കും അംഗീകരിക്കാവതല്ല. മറിച്ച് ആൻസേഴ്സിന്റെ ലെങ്തിനെ കുറിച്ച് നല്ല ധാരണയുണ്ടാകണം. 8 മാർക്കുകളുടെ ചോദ്യമാണെങ്കിൽ ഒരു വരിയിൽ അതിന്റെ ഉത്തരം എഴുതിയാൽ ഒരിക്കലും ആ മാർക്ക് കിട്ടില്ല. അഥവാ മാർക്ക് എത്രയുണ്ട് എന്നത് നോക്കിയിട്ടായിരിക്കണം ആൻസേഴ്സിലെ ലെങ്ത്തുകൾ തീരുമാനിക്കേണ്ടത് എന്നതാണ് മറ്റൊന്ന് റെസ്പോൺസ് ടു വാട്ട് ഈസ് ആസ്ക്ഡ്. ചോദിച്ചതിന് മാത്രം ഉത്തരം പറയുക എന്നതാണ്. ചോദ്യം ഒന്ന്, ഉത്തരം മറ്റൊന്ന് എന്ന രൂപത്തിലായി പോകരുത്. നമ്മൾ ചോദ്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് മാത്രം ഉത്തരം എഴുതാൻ ശ്രമിക്കുക എന്നതാണ്. മറ്റൊന്ന് റെലവൻസ് ഓഫ് മെക്കാനിക്സ്. ഉത്തരങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട എഴുത്തുമായി ബന്ധപ്പെട്ട മെക്കാനിക്സ് ഉണ്ട്. സ്പെല്ലിങ്ങുകൾ, പങ്ക്ച്വേഷൻ, ക്യാപിറ്റലൈസേഷൻ, അബ്രിവിയേഷൻ തുടങ്ങിയ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട. ഉദാഹരണത്തിന് ഉത്തരങ്ങൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ശ്രദ്ധിക്കേണ്ടിടത്തൊക്കെ നന്നായി ശ്രദ്ധിച്ചിരിക്കണം. ഇംഗ്ലീഷിന്റെ ഗ്രമറ്റിക്കൽ നിയമങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അതോടൊപ്പം സ്പെല്ലിങ്ങുകൾ ശ്രദ്ധിച്ചിരിക്കണം. അക്ഷരങ്ങൾക്കും മറ്റും വൃത്തി ഉണ്ടായിരിക്കണം. എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, പാരഗ്രാഫ് തുടങ്ങിയ ഒരു എഴുത്തുമായി ശ്രദ്ധിച്ചിരിക്കേണ്ട മെക്കാനിക്സ് ഒക്കെ കൃത്യമായി അപ്ലൈ ചെയ്താൽ നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നതുകൂടി വളരെ പ്രധാനമാണ് എന്നുകൂടി ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് സെന്റൻസിലായിരിക്കണം. ലെങ്ത് ഓഫ് ആൻസേഴ്സിനെ കുറിച്ച് ആലോചന ഉണ്ടാകണം. ചോദിച്ചതിന് മാത്രം ഉത്തരം എഴുതണം. റെലവൻസ് ഓഫ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. അതോടൊപ്പം നമ്മുടെ ഉത്തരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ്, അഥവാ ഇന്നതാണ് ഉത്തരം എന്ന് പറഞ്ഞതിന് ശേഷം വലിയ എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ എന്തുകൊണ്ട് ഈ ഉത്തരം ശരിയാകുന്നു എന്ന് തെളിയിക്കുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വായനകളിൽ നിന്നോ കിട്ടിയ പ്രധാനപ്പെട്ട ആ ഒരു ഉത്തരത്തെ സപ്പോർട്ട് ചെയ്യുന്ന വാലിഡ് എക്സാമ്പിൾസ് അല്ലെങ്കിൽ സബ്സ്റ്റാൻഷിയേറ്റിംഗ് ആൻസേഴ്സ് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ആഡ് ചെയ്തുകൊണ്ട്, തിയറികളും ഐഡിയകളും ഫാക്ച്വൽ ഇൻഫർമേഷനും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഉത്തരങ്ങളെ മനോഹരമാക്കാൻ ശ്രമിക്കുക എന്നതാണ് ഉത്തരങ്ങൾ മനോഹരമാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടാക്ലിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഒരു പരീക്ഷ എഴുതുമ്പോൾ വിവിധ തരം ചോദ്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. പലപ്പോഴും പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അക്കൗണ്ടിങ് പോലെ അല്ലെങ്കിൽ കണക്ക് മാത്സ് പരീക്ഷകൾ പോലുള്ള പരീക്ഷകളിൽ ഒരുപാട് പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അത്തരം ചോദ്യങ്ങളെ നേരിടാൻ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ധാരാളം പ്രാക്ടീസ് ചെയ്ത് പരീക്ഷകൾക്ക് പോവുക എന്നതാണ്. നന്നായി പ്രാക്ടീസ് ചെയ്ത ശേഷം എക്സാമിനേഷന് പോവുക എന്നത് വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് എന്നോർക്കുക. അതോടൊപ്പം ധാരാളം ഡൂയിങ് ലോട്ട്സ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് എക്സസൈസ്, വീണ്ടും പ്രോബ്ലം സോൾവിംഗ് എക്സസൈസുകൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നത് പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റ്യൻസുകളെ നേരിടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ്. ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു ചോദ്യം കൊടുക്കുന്നു, 4 ഉത്തരങ്ങൾ പറയുന്നു. ഉദാഹരണത്തിന്
ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ് എന്ന നേരത്തെ നമ്മൾ ചോദിച്ച ആ ഒരു ചോദ്യം തന്നെയാണെങ്കിൽ അതിന്റെ 4 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് 4 ഓപ്ഷനുകളിൽ തെറ്റായ 3 ഉത്തരങ്ങളും ശരിയായ ഒരു ഉത്തരമായിരിക്കും സാധാരണഗതിയിൽ ഉണ്ടാവുക. അങ്ങനെയാവുമ്പോൾ തെറ്റാകാൻ സാധ്യതയുള്ള 3 ഉത്തരങ്ങൾ, തെറ്റായിട്ടുള്ള 3 ഉത്തരങ്ങൾ അവിടെ ഉണ്ടാകും. അവിടെ നമുക്ക് പെട്ടെന്ന് ഈ ഉത്തരം എന്തായാലും തെറ്റാണ് എന്നുറപ്പുള്ള ഒരു ഉത്തരം അത് പൂർണ്ണമായും നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കി കളയാം. ഉദാഹരണത്തിന് ലിസ്റ്റില് ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് ചോദിക്കുന്നിടത്ത് ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരുണ്ട് എന്ന് കരുതുക. പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇദ്ദേഹം ഇന്ത്യക്കാരനല്ല, അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അവിടെയുള്ള 3 തെറ്റായ ഉത്തരങ്ങളിൽ ഒന്നിതാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നു. വീണ്ടും അടുത്ത 2 ഓപ്ഷനുകളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ തെറ്റാണ് എന്നുറപ്പുള്ള കാര്യത്തെ പൂർണ്ണമായും ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള നമ്മുടെ മനസ്സിൽ കൃത്യമായി ധാരണയില്ലാത്ത 2 പോയിന്റുകൾ, ആ 2 ഉത്തരങ്ങളിൽ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഒരു ആവർത്തി കൂടി ചിന്തിച്ച് നമ്മൾ പെട്ടെന്ന് ഉത്തരങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഞാൻ നേരിടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു രീതി അതാണ്. മറ്റൊന്ന് എസ്സേ ക്വസ്റ്റ്യൻസ് അഥവാ വലിയ എസ്സേ ഉത്തരങ്ങൾ എഴുതേണ്ടി വരുന്ന, അതിൽ എസ്സേകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പാരഗ്രാഫ് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പരീക്ഷകൾക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ധാരാളം എസ്സേകൾ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അതോടൊപ്പം വിവിധ രീതിയിലുള്ള എസ്സേകൾ വായിച്ചു പോവുക. അതോടൊപ്പം എസ്സേകളുടെ സ്ട്രക്ചറിനെ കുറിച്ച് ധാരണയുണ്ടാവുക. ഉത്തരം എഴുതിയതിനു ശേഷം പെട്ടെന്ന് ഒരാവർത്തി കൂടി പ്രൂഫ് ചെക്ക് ചെയ്യുന്നതും ഇതൊക്കെ പരീക്ഷകളെ കൂടുതൽ നന്നാക്കാൻ സഹായിക്കുമെന്ന് ഓർമ്മിച്ചു വെക്കുക. താങ്ക് യു.